Today I am speaking a few words about Hiroshima Day. Hiroshima Day is observed on 6th of August every year. This day is a reminder of the bombing attack on Hiroshima by the United States during the Second World War. Two nuclear ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഹിരോഷിമക്കാർ അത്യുഗ്ര ശബ്ദം കേട്ട് ഞെട്ടിവിളിച്ചു. അമേരിക്ക ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിന് ഹിരോഷിമയെ വേദിയാക്കി. ആ ബോംബിന്റെ മാരകശക്തിയിൽ അനേകർ അപ്പോൾ തന്നെ മരിച്ചു. മരിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ തൽക്കാലത്തേക്ക് അനേകർ രക്ഷപ്പെട്ടു. ഹിരോഷിമയിൽ അണുബോംബ് സംഹാര താണ്ഡവം നടത്തുമ്പോൾ അവിടെ നിന്നും 1.5 മൈൽ അകലെയുള്ള ഒരു വീട്ടിൽ സഡാക്കോ സസക്കി എന്ന 2 വയസ്സുകാരി ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. ബോംബ് പൊട്ടിയ സ്ഥലത്ത് നിന്ന് അകലെയായിരുന്നതിനാൽ അവൾക്കൊരു പോറൽ പോലും ഏറ്റില്ല. സഡാക്കോ വളർന്നു. വലിയൊരു ഓട്ടക്കാരിയാവുക എന്ന അഭിലാഷത്തോടെ സ്കൂളിലെ മത്സരങ്ങളിൽ ചേർന്നു. അനേക മത്സരങ്ങളിൽ വിജയിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓട്ട മത്സരത്തിനിടെ ആ 12കാരി തളർന്നു. വിശദമായ പരിശോധനയിൽ ആ സത്യം വെളിവായി. സഡാക്കോയെ മാരകമായ രക്താർബുദം ബാധിച്ചിരിക്കുന്നു. അണുബോംബ് പുറത്തുവിട്ട വികിരണങ്ങൾ നൽകിയ ക്രൂര സമ്മാനം. തന്റെ സ്വപ്നങ്ങൾക്ക് അണുബോംബ് ഏൽപ്പിച്ച പ്രഹരത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ മിത്രമായ ചിസുക്കോ മരിക്കാതിരിക്കാനുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു. ജപ്പാൻകാർക്ക് കൊറ്റികൾ പവിത്രമായ പക്ഷികളാണ്. ഇവ 1000 വർഷം ജീവിക്കുമെന്നാണ് ജപ്പാനിലെ പരമ്പരാഗത വിശ്വാസം. ആര് 1000 കൊറ്റികളെ ഉണ്ടാക്കുന്നുവോ അയാളുടെ ആഗ്രഹം സാധിക്കും എന്നും വിശ്വസിച്ചിരുന്നു. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കടലാസ് കൊണ്ട് കൊറ്റിയെ ഉണ്ടാക്കുന്ന വിദ്യ ചിസുക്കോ സഡാക്കോയെ കാണിച്ചു കൊടുത്തു. 1000 കൊറ്റികളെ നിർമ്മിച്ച് തന്റെ ആയുസ് തിരികെ പിടിക്കാൻ സഡാക്കോ വർദ്ധിച്ച ഉത്സാഹത്തോടെ പരിശ്രമിച്ചു. അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും അതിനെ കടിച്ചമർത്തി അവൾ കൊറ്റികളെ നിർമ്മിച്ചു. ചില ദിവസങ്ങളിൽ അനേകം കൊറ്റികൾ. രോഗം കൂടുതലായി ശല്യപ്പെടുത്തിയ ദിവസങ്ങളിൽ 1ഓ 2ഓ മാത്രം. കൊറ്റികളുടെ എണ്ണം 644-ലെത്തിയപ്പോൾ രോഗം അവളെ പൂർണ്ണമായും കീഴടക്കി. 1955 ഒക്ടോബർ 25 കൊറ്റികളെ തനിച്ചാക്കി സഡാക്കോ വിട ചൊല്ലി. അവളുടെ കൂട്ടുകാർ ശേഷിച്ച 356 കുറ്റികളെ നിർമ്മിച്ച് അവളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഇതുകൊണ്ട് തൃപ്തിയാകാത്ത അവർ ആയുധ കച്ചവടം നടത്തി കീശ വീർപ്പിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ, മാരകമായ ബോംബുകളിലൂടെ ജനങ്ങളെ കൊല ചെയ്യുന്ന യുദ്ധക്കുതിയന്മാർക്കെതിരെ ബോധവൽക്കരണം നടത്താൻ, സമാധാനം നിറഞ്ഞ പുതുലോകത്തിനായി പരിശ്രമിക്കാൻ തീരുമാനിച്ചു. കുട്ടികളിൽ നിന്ന് മാത്രം പണം പിരിച്ച് അവർ ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വീണ സ്ഥലത്തു തന്നെ ഒരു സമാധാന സ്മാരകം പണിതു. ക്രമേണ സഡാക്കോയുടെ കഥ ലോകമറിഞ്ഞു. സഡാക്കോയുടെ കൂട്ടുകാർ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പരത്താൻ ഒരു വേദി രൂപീകരിച്ചു. ദി പേപ്പർ ക്രൈൻ ക്ലബ്ബ്. പ്രമുഖ വ്യക്തികൾ ഹിരോഷിമയിൽ വരുമ്പോൾ അവർ കടലാസ് കൊക്കുകളുടെ മാല അവരെ അണിയിക്കും. യുദ്ധക്കുതിയന്മാരായ ഭരണാധികാരികൾക്ക് കടലാസ് കൊക്കുകളെ അയച്ച് സമാധാനം കാക്ഷിക്കുന്ന, ഭൂമിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നുമുണ്ടെന്ന് അവർ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ ക്രെയിൻ ക്ലബ്ബ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകമെങ്ങും ക്രെയിൻ ക്ലബ്ബുകൾ തുടങ്ങുവാൻ പ്രേരകമായി. ഇന്ന് പല രാജ്യങ്ങളിലും സമാധാനവും സൗഹൃദവും പരത്തുന്ന ക്രെയിൻ ക്ലബ്ബുകളുണ്ട്. 1000കണക്കിന് സഡാക്കോമാരുടെ പ്രതിനിധിയാണ് സഡാക്കോ സസക്കി. ഇനിയും ഒരു സഡാക്കോ ഈ ഭൂമിയിൽ നിന്ന് അകാലത്തിൽ പൊഴിയരുത്. അതിന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും അസൂയയുടെയും വിഷവിത്തുകളെ നമ്മിൽ നിന്ന് പറിച്ചെറിഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ പ്രചരിപ്പിക്കാം.
ജപ്പാന്റെ കറുത്ത ദിനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഹിരോഷിമ ദിനം വന്നെത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 6-നാണ് ജപ്പാനിലെ ആ ചെറുപട്ടണത്തെ രാക്ഷസ തീനാളങ്ങൾ ആർത്തിയോടെ വിഴുങ്ങിയത്. രാവിലെ 8:15 ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ച ദിനമാണ് ഓഗസ്റ്റ് 6. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നാന്ദി കുറിച്ച് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചതിന്റെ ആ കറുത്ത ദിനത്തെ ലോകം ഇന്നും ഞെട്ടലോടെ ഓർമ്മിക്കുന്നു. അന്ന് ഒരു തിങ്കളാഴ്ചയായിരുന്നു. രാവിലെ വടക്കൻ പസഫിക്കിൽ നിന്ന് എനഗോളെ B-29 എന്ന അമേരിക്കൻ യുദ്ധവിമാനം ചെകുത്താനെ പോലെ പറന്നുയർന്നു. ഉള്ളിൽ 12 സൈനികരും പുറത്ത് ഒരു കൊളുത്തിൽ തൂങ്ങി 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവുമുള്ള സർവസംഹാരിയായ ലിറ്റിൽ ബോയ് എന്ന മാരക വിഷവിത്തുമായി. ആ ചെകുത്താന്മാർ 1500 മൈലുകൾക്കപ്പുറമുള്ള ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. പതിവ് പോലെ ജനം മാർക്കറ്റുകളിലും ജോലി സ്ഥലത്തേക്കും പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വ്യോമാക്രമണ ഭീഷണിയുടെ സൈറൻ മുഴങ്ങിയത്. എല്ലാവരും ട്രഞ്ചുകളിൽ ഒളിച്ചു. ഹിരോഷിമ നഗരത്തിലെ പാലമായിരുന്നു അതിന്റെ ലക്ഷ്യം. വിമാനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരുന്നു. ക്യാപ്റ്റൻ വില്യം എസ് പാർസന്റെ കണക്ക് കൂട്ടൽ തെറ്റി. പാലത്തിൽ നിന്ന് 800 അടി മാറിയാണ് ബോംബ് പതിച്ചത്. അതിഭയങ്കരമായ ചൂടിൽ ഹിരോഷിമ ഉരുകി തിളച്ചു. പാലം ഉരുകി ഒലിച്ചു പോയി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു നിമിഷം ജനം പകച്ചു നിന്നു. എവിടെയും അഗ്നിഗോളങ്ങൾ. ആകാശത്തിന്റെ നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു. ആദ്യ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അത്രയും തന്നെ ആളുകൾ ഈ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു. ഓഗസ്റ്റ് 15-ന് ജപ്പാൻ കീഴടങ്ങൽ പ്രഖ്യാപിച്ചു. ഇതോടെ 4 വർഷം നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന് വിരാമമായി. അണുവിഘടന സിദ്ധാന്തം കണ്ടുപിടിച്ചവരും ആറ്റം ബോംബ് ഉണ്ടാക്കിയവരും പിന്നിൽ പ്രവർത്തിച്ചവരുമെല്ലാം പിന്നീട് തെറ്റേറ്റു പറഞ്ഞു. കുറ്റബോധത്താൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. ശേഷം ആ നഗരത്തിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ പോലും ദുരന്തങ്ങളുടെ നോവ് പേറി. ഇനിയൊരു നാഗസാക്കിയും ഹിരോഷിമയും ലോകത്ത് ആവർത്തിക്കരുതേ എന്നാണ് ലോക ജനതയുടെ പ്രാർത്ഥന. യുദ്ധങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ തീർക്കില്ല. എല്ലായിടത്തും വിജയിക്കാനായി ലോകരാഷ്ട്രങ്ങൾ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടരുതെന്ന് ഹിരോഷിമ ദിനം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങൾ. ഇനി വേണ്ട ഒരു യുദ്ധം ഈ ഭൂമിയിൽ രക്തദാഹത്താൽ പിശാചുക്കൾ ബോംബുകളല്ല, അണുനാശിനികളാണ് ലോകരക്ഷകൻ എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവ് എന്നും എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകണം. Light a candle for love, light a candle that shines all around the world. Light a candle for me, light a candle for you, that I wish the world is beyond the control. Light a candle for peace, light a candle for love, light a candle that shines all around the world. Light a candle for me, light a candle for you. That 1945
അവൾ മരിച്ചു എന്ന് കരുതി അവളുടെ അടുത്തെത്തി അമ്മ കാണുന്നത് ജീവനോടെ ഇരിക്കുന്ന സഡാക്കോയെയാണ്.
you.